I am Chef Lishan. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സിമ്പിൾ മെത്തേഡിലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സവോള അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും യൂസ് ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേറെ റെസിപ്പിയിലോട്ട് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കിഴങ്ങൊക്കെ നല്ലപോലെ സെയിം വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ചതച്ച 4-5 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. അല്പം തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. വീണ്ടും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഈ കറിവേപ്പില ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന അത് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറാകുന്ന വരെ നല്ലപോലെ ഇളക്കിയൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത കളറിന് വേണ്ടി അല്പം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചില്ലി ഫ്ലെക്സ് ആണ് ചേർക്കുന്നത്. ചുമന്ന മുളക് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. അതും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുവേണ്ടി തീയുടെ ഫ്ലെയിം നല്ലപോലെ കുറച്ച ശേഷം മസാല ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. മസാല മൂത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ ആ മസാല എല്ലാം കിഴങ്ങിലൊന്ന് പിടിക്കുന്നവരെ നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ കിഴങ്ങിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ കിഴങ്ങിലൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടി ഇളക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു അല്പം കൈവെള്ളം തെളിച്ച ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് നമ്മുടെ കിഴങ്ങൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം 10 മിനിറ്റ് ശേഷം മൂടി തുറക്കുമ്പോൾ നല്ലപോലെ മണടിക്കുന്നുണ്ട്. നമ്മുടെ കിഴങ്ങ് നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സെറ്റ് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കാമെന്ന് വെച്ചാൽ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാണ്. ഇനി നമുക്കിതിനെ നേരെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു മെഴുക്കുവരട്ടിയാണ്. അല്പം സ്പൈസിയാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തേക്കുന്ന മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പം വീണ്ടും മറ്റൊരു റെസിപ്പിയെ വീണ്ടും കാണാം. ബൈ ഫ്രം ഷെഫ് ലിഷൻ.